ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോ ഓർഗാനിസംസ് ഒരുപാട് ഡിസീസ് കോസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ടേബിളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? കുറേ ഡിസീസസ് അതെങ്ങനെയാണ് പകരുന്നത്, അത് എങ്ങനെയാണ് അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാം. ഹ്യൂമൻസിന് മാത്രമല്ല ആനിമൽസിനും പലതരത്തിലുള്ള രോഗങ്ങൾ. ഇപ്പം പെറ്റ്സിനെയൊക്കെ വളർത്തുന്ന നായകളോ അല്ലെങ്കിൽ പിന്നെ പൂച്ചകളെയൊക്കെ വളർത്തുന്ന ആളുകളാണെങ്കിൽ അവർക്കറിയാം ഒരുപാട് രോഗങ്ങൾ അവർക്കും വരുന്നുണ്ടാവും. അപ്പോൾ പിന്നെ അതിനെ ട്രീറ്റ് ചെയ്യാൻ പോകുന്ന വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആനിമൽസിനും അതുപോലെ തന്നെ ഹ്യൂമൻസിനൊക്കെ ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെയാണ് അടുത്തൊരു ചോദ്യം, ഒരു സംശയം എന്താ? യെസ്, ക്യാൻ മൈക്രോബ്സ് കോസ് ഡിസീസ് ഇൻ പ്ലാന്റ്സ്? പ്ലാന്റ്സിൽ ഡിസീസസ് ഉണ്ടാക്കുമോ? പ്ലാന്റ്സിന് ഡിസീസസ് ഒക്കെ ഉണ്ടാവുമോ? അതൊരു വലിയൊരു സംശയമാണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് തീർത്തോളാം. എന്താണ് പ്ലാന്റ്സിന് ഡിസീസ് ഉണ്ടാക്കുമോ? യെസ്, ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന പിന്നെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ. സെവറൽ മൈക്രോ ഓർഗാനിസംസ് കോസ് ഡിസീസ് ഇൻ പ്ലാന്റ്സ് ലൈക്ക് വീറ്റ്, റൈസ്, പൊട്ടാറ്റോ, ഷുഗർ കെയിൻ, ഓറഞ്ച്, ആപ്പിൾ ആൻഡ് അതേഴ്സ്. അങ്ങനെയുള്ള വീറ്റിലും റൈസിലും പൊട്ടാറ്റോയിലും ആപ്പിളിലും എല്ലാത്തിലും പലതരത്തിലുള്ള രോഗങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പ്ലാന്റ്സിൻ്റെ ഇടയിലും ഈ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദിസ് ഡിസീസ് റെഡ്യൂസ് ദ ഈൽഡ് ഓഫ് ദ ക്രോപ്പ്. എന്താണ് പ്ലാന്റ്സിന് രോഗം വന്നാൽ എന്താ സംഭവിക്കുക? നമുക്ക് രോഗം വന്നാൽ നമുക്ക് തുമ്മലുണ്ടാകും, ചുമ ഉണ്ടാകും, പനി ഉണ്ടാകും, അതുപോലെ തന്നെ വയറ്റിനോക്ക് ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് രോഗം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? പ്ലാന്റ്സിന് രോഗം വന്നാലുള്ള പ്രധാന പ്രശ്നം എന്താ? അതിൻ്റെ പിന്നെ വളർച്ച മുരടിക്കുക, അങ്ങനെ ഓരോ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ റെഡ്യൂസ് ദ ഈൽഡ് ഓഫ് ദ ക്രോപ്സ്. എന്ന് വെച്ചാൽ നമ്മുടെ ക്രോപ്പിൻ്റെ ഈൽഡ് കുറയും. അതായത് നമ്മൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന പിന്നെ എന്താ പറയുക, ഇപ്പോൾ നെല്ല് കൃഷിയാണെങ്കിൽ നെല്ല് ഉണ്ടാകുന്നത് കുറയും, അല്ലെങ്കിൽ അത് കുറേ നശിച്ചു പോയതായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് പ്ലാന്റ്സിന് രോഗം ഉണ്ടായാൽ പ്രശ്നം ഉണ്ടാവുക. ഇത് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ദ യൂസ് ഓഫ് സർട്ടൻ കെമിക്കൽസ് വിച്ച് കിൽ ദ മൈക്രോബ്സ്. എങ്ങനെയാണ് അതിനെ തടയിടുക? പ്ലാന്റ്സിന് രോഗം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? സർട്ടൻ കെമിക്കൽസ്, ഈ മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്ന, അതിനെ ഇല്ലായ്മ ചെയ്യുന്ന, അതിനെ തകർത്ത് കളയുന്ന കുറേ കെമിക്കൽസ് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്ലാന്റ്സിൻ്റെ ഈ പറഞ്ഞ മൈക്രോബ്സ്, പിന്നെ പ്ലാന്റ്സിനെ ബാധിക്കുന്ന മൈക്രോബ്സിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യാം. കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള പ്ലാന്റ്സിന് കോസ് ചെയ്യുന്ന കുറച്ച് രോഗങ്ങളും അത് കോസ് ചെയ്യുന്ന ഓർഗാനിസം, അതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്നുള്ളതുമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് സിട്രസ് കാങ്കർ. സിട്രസ് കാങ്കർ എന്ന് പറയുന്ന രോഗം, അത് ഏത് ഓർഗാനിസാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പിന്നെ രോഗമാണ് സിട്രസ് കാങ്കർ. സിട്രസ് കാങ്കർ, ആ ഒരു പേരൊന്ന് ഓർമ്മിച്ച് വെക്കുക. അതിൻ്റെ ട്രാൻസ്മിഷൻ ത്രൂ എയറിലൂടെയാണ് സിട്രസ് കാങ്കർ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പ്ലാന്റിൽ നിന്ന് മറ്റൊരു പ്ലാന്റിലേക്ക് എത്തുന്നത്. ഓക്കെ, റസ്റ്റ് ഓഫ് വീറ്റ്. ഈ രോഗം ഫഞ്ചയാണ് ഉണ്ടാക്കുന്നത്. ഫംഗസുകളാണ് ഈ റസ്റ്റ് ഓഫ് വീറ്റ് ഉണ്ടാക്കുന്നത്. അത് എയറിലൂടെയും സീഡ്സിലൂടെയും അത് പകരും. പിന്നെ റസ്റ്റ് ഓഫ് വീറ്റ്, ആ ഫംഗസ് എയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഒന്നിന് മറ്റൊന്നിലേക്ക് എത്തും. അതേപോലെ തന്നെ സീഡ്സ്, കുറേ സീഡ്സ് കൂട്ടി നിർത്തുമ്പോൾ ഒന്നിന് ഈ ഒരു രോഗം ഉണ്ടെങ്കിൽ അത് പിന്നെ മറ്റതിലേക്ക് പകർന്നു പോകും. അപ്പോൾ സീഡ്സിലൂടെയും അതുപോലെ തന്നെ എയറിലൂടെയും റസ്റ്റ് ഓഫ് വീറ്റ് പിന്നെ പകർന്നു പോകും. അതിന് മൂന്നാമത്തെ എന്താണ്? യെല്ലോ വെയിൻ മൊസൈക്ക് ഓഫ് ഭിന്തി അല്ലെങ്കിൽ ഒക്ര എന്ന് പറയും. ഇത് കോസ് ചെയ്യുന്നത് വൈറസാണ്. യെല്ലോ വെയിൻ മൊസൈക്ക് ഓഫ് ഭിന്തി അല്ലെങ്കിൽ ഒക്ര, അത് കോസ് ചെയ്യുന്നത് എന്താണ്? വൈറസാണ്. അതിന് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? ഇൻസെക്റ്റ് വഴിയാണ്. ഇൻസെക്റ്റുകൾ വഴിയാണ് ഈ പറഞ്ഞ രോഗം, ഭിന്തി, ഒക്ര ഭിന്തി അല്ലെങ്കിൽ യെല്ലോ വെയിൻ മൊസൈക്ക് ഓഫ് ഭിന്തി എന്ന് പറയുന്ന ഈ രോഗം, വൈറസ് കോസ് ചെയ്യുന്ന ഈ രോഗം ഇൻസെക്റ്റുകൾ വഴിയാണ് പകരുന്നത്. ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ജസ്റ്റ് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. ആനിമൽസിൽ മാത്രമല്ല പ്ലാന്റ്സിലും ഇത്തരത്തിലുള്ള രോഗങ്ങളുണ്ടാകും. അത് കോസ് ചെയ്യുന്ന ഓർഗാനിസംസ് നമ്മൾ നോക്കി. അതേപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്മിഷനും നമുക്ക് പിന്നെ എയറിലൂടെയും വാട്ടറിലൂടെയും അതുപോലെ തന്നെ പിന്നെ ഇൻസെക്റ്റിലൂടെ ഒക്കെ പകരുന്നത് പോലെ പ്ലാന്റ്സിലും ഇതേപോലെ പകരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഭാഗത്ത് പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും ചില ആളുകളും വിചാരിക്കും ഈ മൈക്രോ ഓർഗാനിസംസ് അവർ ഈ പറഞ്ഞ രോഗങ്ങൾ ഉണ്ടാക്കുക മാത്രമാണോ ചെയ്യുക? അല്ല, പലപ്പോഴും ചില സമയത്തൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ ഏതെങ്കിലും ഫുഡ് കഴിച്ചാൽ, ചിലപ്പോൾ ചില ഹോട്ടലിൽ പോയിട്ട് പഴകിയ ഫുഡ് കഴിച്ചാലോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇന്നലെ രാവിലെ ഉണ്ടാക്കിയ എന്തെങ്കിലും കഞ്ഞിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വയറ്റിനോക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ വലിയ പ്രശ്നം ഉണ്ടാവും. അതിന് നമ്മൾ എന്താ പറയുക? നമുക്ക് ഫുഡ് പോയ്സൺ അടിച്ചിട്ടുണ്ട് എന്ന് പറയും അല്ലേ? അപ്പോൾ മൈക്രോബ്സ് കോസ് ചെയ്യുന്ന മറ്റൊരു ഹാമാണ് ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുഡ് പോയ്സണിങ്. ദ മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ഗ്രോ ഓൺ അവർ ഫുഡ് സംടൈംസ് പ്രൊഡ്യൂസ്
ടോക്സിക് സബ്സ്റ്റൻസസ്. അവിടെ എന്താ സംഭവിക്കുന്നത്? എന്താണ് ഏതെങ്കിലും ഒരു ഫുഡ്, പഴകിയ ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് ഭയങ്കരമായി പിന്നെ പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പിന്നെ ചിലപ്പോൾ തല കറങ്ങി പിന്നെ വയറ്റിന്ന് പോയി ആകെ പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ഈ നമ്മുടെ ഫുഡിൽ ചില മൈക്രോ ഓർഗാനിസംസ് വന്നിരിക്കും. ആ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യും? ചില ടോക്സിക് സബ്സ്റ്റൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോക്സിക് സബ്സ്റ്റൻസുകളാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്. ദീസ് മേക്ക് ദ ഫുഡ് പോയ്സണസ്, കോസിങ് സീരിയസ് ഇൽനെസ്. സീരിയസ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാക്കും. ആൻഡ് ഈവൻ ഡെത്ത്. ചിലപ്പം ഭയങ്കര എക്സ്ട്രീം കേസസിൽ ഫുഡ് പോയ്സൺ അടിച്ചിട്ട് മരിച്ചുപോയ ആൾക്കാർ വരെ ഉണ്ട്. എന്താ സംഭവിച്ചത്? ഈ അവർ കഴിച്ച ഫുഡിൽ കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരുന്നു, അവർ ടോക്സിക് ആയിട്ടുള്ള കുറച്ച് സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ പോയ്സണസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചതിൻ്റെ പേരിൽ മരിച്ച ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ അത്ര ഡെത്ത് വരെ കോസ് ചെയ്യുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത്. ഫുഡ് പോയ്സണിങ് കുഡ് ബി ഡ്യൂ ടു കൺസപ്ഷൻ ഓഫ് ഫുഡ് സ്പോയിൽഡ് ബൈ സം മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസം പിന്നെ കാരണം അത് സ്പോയിൽ ചെയ്തിട്ടുള്ള ഫുഡ് കഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായും, അപ്പോൾ അതുകൊണ്ടാണ് ഫുഡ് വളരെ പിന്നെ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള, വെൽ കവേർഡ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പലപ്പോഴും നമ്മൾ ജങ്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിന്നെ ഒരു തരത്തിലും അടച്ചു വെച്ചിട്ടില്ലാത്ത വളരെ തുറന്ന് നിൽക്കുന്ന റോഡ് സൈഡിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെയൊക്കെ കുറേ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. അതൊക്കെ ഈ ഫുഡിൽ കയറി അതിലിങ്ങനെ എന്തെങ്കിലും പോയ്സണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അതൊക്കെ ചെന്നെത്തുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക, അതും കവേർഡായി വെച്ചിട്ടുള്ള ഫുഡുകൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ അങ്ങനെ ഫുഡ് പോയ്സൺ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി നമുക്ക് അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം.